ഇൻഷുറൻസ് കമ്പനി ഏതെന്ന് നോക്കാതെ രാജ്യത്ത് ഇൻഷുറൻസ് പരിരക്ഷയുള്ള ആളുകൾക്ക് ആശുപത്രികളിൽ പണരഹിത ചികിത്സ നിലവിൽ വന്നു. വ്യാഴാഴ്ച മുതലാണ് ഇത് നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത്. ജനറൽ ഇൻഷുറൻസ് കമ്പനികളെ പ്രതിദാനം ചെയ്യുന്ന ജനറൽ ഇൻഷുറൻസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ക്യാഷ്ലെസ് എവരിവെയർ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഇത്. ഇതനുസരിച്ച് ഇൻഷുറൻസ് കമ്പനിയുമായി മുൻധാരണയില്ലാത്ത ആശുപത്രികളിൽ നിന്നും ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആളുകൾക്ക് ചികിത്സാ സൗകര്യം ലഭ്യമാണ്. പദ്ധതി പ്രാബല്യത്തിലായി എന്നും രാജ്യത്തെ 40,000 ആശുപത്രിയിൽ ഈ സൗകര്യം ലഭ്യമാണ് എന്നും ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ ചെയർമാനും ബജാജ് അലയൻസ് ജനറൽ ഇൻഷുറൻസ് സിഇഒയുമായ തപൻ സിംഗേൽ അറിയിച്ചു. ഇതുവരെ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളുമായി മുൻധാരണ ഉണ്ടാക്കിയിട്ടുള്ള ആശുപത്രികളിൽ മാത്രമാണ് ഈ സൗകര്യം ലഭ്യമായിരുന്നത്. ഇത്തരം ആശുപത്രികളിൽ ചികിത്സയ്ക്ക് ശേഷം ഇൻഷുറൻസ് കമ്പനികളാണ് ബിൽ തുക തീർപ്പാക്കിയിരുന്നത്. ധാരണക്ക് പുറത്തുള്ള ആശുപത്രികളിൽ ചികിത്സ വേണ്ടി വന്നാൽ പോളിസി ഉടമ കയ്യിൽ നിന്നും സ്വന്തമായി പണം മുടക്കിയതിന് ശേഷം പിന്നീട് ആ തുക ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ക്ലെയിം ചെയ്ത് വാങ്ങുകയായിരുന്നു പതിവ്. എന്നാൽ ക്യാഷ്ലെസ് എവരിവെയർ എന്ന പദ്ധതി വ്യാഴാഴ്ച മുതൽ നടപ്പിലായതോടുകൂടി പോളിസി ഉടമകൾക്ക് ക്യാഷ്ലെസ് ആയിക്കൊണ്ട് പണമില്ലാതെ ഏത് ആശുപത്രികളിൽ നിന്നു വേണമെങ്കിലും ചികിത്സിക്കാനാകും. എന്നാൽ ഈ സൗകര്യം ലഭ്യമാവുന്നതിന് വേണ്ടി ചില മാനദണ്ഡങ്ങൾ ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ശൃംഖലയില്ലാത്ത ആശുപത്രിയിലാണ് ചികിത്സ തേടുന്നത് എങ്കിൽ ആ വിവരം ഇൻഷുറൻസ് കമ്പനിയെ 48 മണിക്കൂർ മുമ്പ് അറിയിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി അത്യാഹിതമായിട്ട് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകേണ്ട അവസ്ഥ വരികയാണ് എങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂറിനുള്ളിൽ ആ വിവരം ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. ഇതാണ് ഒരു പ്രധാനപ്പെട്ട നിബന്ധനയായിട്ട് ഇൻഷുറൻസ് കൗൺസിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികളുടെ പ്രവർത്തന മാർഗരേഖകൾക്ക് വിധേയമായി പോളിസി നിബന്ധനകൾക്കനുസരിച്ചായിരിക്കും ക്ലെയിം ലഭിക്കുക. ശൃംഖലയ്ക്ക് പുറത്തുള്ള ആശുപത്രിയാണ് എങ്കിൽ ആ ആശുപത്രികളുമായി ധാരണ ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികൾ നൽകി വരുന്ന നിരക്കുകളാകും ബാധകമാകുക. ചുരുങ്ങിയത് 15 കിടക്കകൾ ഉള്ളതും അതാത് സംസ്ഥാനത്തെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു ആശുപത്രികളിലും ഈ സേവനം ലഭ്യമായിരിക്കും. ഇതിന്റെ നേട്ടങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. നിലവിൽ രാജ്യത്ത് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുള്ള 63% പേർ മാത്രമാണ് പണരഹിത ചികിത്സ തിരഞ്ഞെടുക്കുന്നത്. മറ്റുള്ളവർ ചികിത്സ കഴിഞ്ഞതിന് ശേഷം ക്ലെയിം ചെയ്യുകയാണ് രീതി എന്ന് ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ പറയുന്നു. ഇങ്ങനെ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ആവശ്യമായ രേഖകൾ ലഭ്യമാക്കേണ്ട ബാധ്യത ഉപഭോക്താക്കളുടേതാണ്. ക്ലെയിമിലെ ഭൂരിഭാഗം തുകക്കും ഇൻഷുറൻസ് കമ്പനി ആവശ്യപ്പെടുന്ന മെഡിക്കൽ രേഖകൾ ഹാജരാക്കാൻ പോളിസി ഉടമ ആശുപത്രികളിൽ പലവട്ടം കയറി ഇറങ്ങേണ്ട സാഹചര്യമുണ്ട്. ഇത് പണം ലഭിക്കാൻ കാലതാമസം ഉണ്ടാക്കുന്നു. പുതിയ സംവിധാനം നടപ്പിലാകുന്നതോടെ ആരോഗ്യ ഇൻഷുറൻസ് കൂടുതൽ എളുപ്പമാവുകയും കൂടുതൽ പേർ പോളിസി എടുക്കാൻ മുന്നോട്ട് വരികയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ ചെയർമാൻ തപാൻ സിംഗേൽ പറഞ്ഞു. ഈ രംഗത്തെ തട്ടിപ്പുകൾ കുറക്കാനും ഇത് സഹായകമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് വ്യാഴാഴ്ച മുതൽ ക്യാഷ്ലെസ് എവരിവെയർ എന്ന പദ്ധതി നടപ്പിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി സ്വകാര്യ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾക്ക് രാജ്യത്തെ 40,000-ഓളം ആശുപത്രികളിൽ നിന്ന് അതായത് സംസ്ഥാനത്തെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു ആശുപത്രികളിൽ നിന്നും ഈ ഒരു ചികിത്സ ലഭിക്കും. ഏത് സ്വകാര്യ ഇൻഷുറൻസ് എടുക്കുകയാണ് എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആശുപത്രികളിൽ നിന്നും ചികിത്സ ലഭിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. മുമ്പ് നമുക്ക് ഒരു ഇൻഷുറൻസ് എടുക്കുകയാണ് എങ്കിൽ അത് നിശ്ചിത ആശുപത്രികളിൽ മാത്രമായിരുന്നു നമുക്ക് ക്യാഷ്ലെസ് ചികിത്സ ലഭിച്ചിരുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്നൊരു മാറ്റം വരികയാണ്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഈ ഇൻഷുറൻസ് എടുക്കാനുള്ള ഒരു സാധ്യത വർദ്ധിപ്പിക്കും എന്നാണ് ഇൻഷുറൻസ് കമ്പനികൾ അവകാശപ്പെടുന്നത്. ഇതിലുള്ള തട്ടിപ്പുകൾ തടയാനും ഇതിലൂടെ സാധിക്കും എന്നും പറയുന്നു. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക.